അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. സുഖമല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും അൽഹംദുലില്ലാ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. എല്ലാവരുടെ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ഒരുപാട് പേര് കടം കൊണ്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ പേരുമുള്ളത്. നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാനുള്ള വഴി അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. റബ്ബ് വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. അപ്പം നമ്മൾ ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെ ചൊല്ലുന്നത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, അള്ളാഹുവിലേക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒരുപാട് റബ്ബിനോട് പറഞ്ഞ് എനിക്ക് ഫലം കാണുന്നില്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അതിന് പരിഹാരം അള്ളാഹു കാണിച്ചു തരും. എത്രയോ പേർക്ക് ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് പേർക്ക് ഓരോ അനുഭവങ്ങളുണ്ട്. കാരണം ഓരോ ദിക്റ് ചൊല്ലിയിട്ടും താജ്ജുദ് നിസ്കാരം നിലനിർത്തിയിട്ടും സ്വലാത്ത് നിലനിർത്തിയിട്ടും ഒക്കെ ജീവിതം രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത് എനിക്ക് അറിയാവുന്ന എൻ്റെ അടുത്തൊരു കൂട്ടുകാരിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ. ഞാൻ ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്. കാരണം ഇതിൽ ഒരുപാട് പേര് സങ്കടത്തോടെയാണ് ജീവിതം കഴിഞ്ഞു പോകുന്നത്. കാരണം ഒരു സമാധാനമില്ല. എന്തുകൊണ്ട്? മറ്റുള്ളവർക്ക് പണം കൊടുക്കാനുണ്ട്. അവരെ കാണുന്ന സമയത്ത് വല്ലാണ്ട് വിഷമമാണ്. അവര് പറയാത്തതൊന്നുമില്ല. ജീവിക്കാൻ ഒരു സമാധാനവുമില്ല. ഭർത്താവിനാണ് ജോലിക്ക് പോവാൻ പറ്റുന്നില്ല. എങ്ങനെയാ കടം വീട്ടും ഞാൻ എന്ന ഒരുപാട് ടെൻഷനിലാണ്. ഇത്ത ദുആ ചെയ്യണം എന്നൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ ഞാൻ ഓരോരുത്തർക്ക് ഫലം കിട്ടിയ കാര്യങ്ങൾ ഓരോ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്. അപ്പൊ എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാരിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം, അതായത് ഈ പറയാൻ പോകുന്ന ഈ ഇസ്മ നിയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടി. അതായത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിന് തന്നെയാണ്. ലക്ഷക്കണക്കിന് രൂപ കടമുള്ള ഒരു വ്യക്തിയായിരുന്നു അവള്. അൽഹംദുലില്ലാ, ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാർഗം, ഹലാലായിട്ടുള്ളൊരു മാർഗം അള്ളാഹു അവരുടെ മുന്നിൽ എത്തിച്ചു കൊടുത്തു. അതായത് മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ അള്ള തുറന്നു കൊടുത്തു. ആ പ്രാർത്ഥന കൊണ്ടും ഈ അമല് ചെയ്തത് കൊണ്ടും. അതുപോലെ ഒരു വക്ത് നിസ്കാരം കളാക്കാത്തൊരു സ്ത്രീയാണ് അവള്. അതുപോലെ തന്നെ ദിക്റായിട്ടും സ്വലാത്തായിട്ടും കത്തം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഓരോ കത്തം കഴിയുന്നതും അവൾ തീർക്കാൻ നോക്കും. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്ത ഒരാളാണ്. അൽഹംദുലില്ലാ, അവൾക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നാണ് ഏർവാടിയിലേക്ക് പോകുന്ന ദിവസം. ഒരുപാട് പേര് പൈസ അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരുടെ പേരും അതാത് ആൾക്കാർക്ക് ഉള്ള കാര്യങ്ങൾ കൊടുക്കാനുള്ളതും ഫുഡിനുള്ള പൈസയൊക്കെ എഴുതിയെടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ട് ഏർവാടിയിലേക്കുള്ള പൈസ നിങ്ങൾക്ക് അയക്കാട്ടോ. അവിടുന്ന് പിന്നെ നാഗൂരിലേക്കാണ് പോവുക. 2 ദിവസം ഏർവാടി നിന്നതിൻ്റെ ശേഷമായിട്ട് നാഗൂരിലേക്ക് പോവും. അപ്പോൾ ഇന്നിപ്പോൾ ഏർവാടിയിൽ ഇന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിയാലും ഇന്ന് അവിടെ എത്തില്ല. നിങ്ങൾക്കൊക്കെ അറിയാലോ അത്രക്കും ദൂരെയാണ്. ഒരു ദിവസം ഫുള്ള് യാത്രയുണ്ട്. പിറ്റത്തെ ദിവസമാണ് അവിടെ എത്തുക. അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും ഏർവാടിയിലേക്ക് പോവാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവിടുത്തെ ചങ്ങലക്കിട്ട രോഗികൾക്ക് ഭക്ഷണം നേർച്ചയാക്കാൻ, ഓരോ കാര്യം നിറവേറി കിട്ടാൻ കേട്ടോ ആക്കാൻ ആഗ്രഹമുള്ളവർ നീയത്താക്കുക. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാലോ എന്ന്, കൊടുക്കാൻ പറ്റുമോ എന്ന്. ഒരു പ്രശ്നം, നമ്മളോട് സാമ്പത്തികമായിട്ട് കഴിയുന്നതല്ലേ നമ്മൾ കൊടുക്കുക. അത് ഒരുപാട് കൊടുത്താൽ ഫലം കിട്ടും അങ്ങനെയൊന്നുമില്ല. നമ്മളാൽ കഴിയുന്നത് ഓരോ എണ്ണത്തിലുണ്ട്. ഒരു 3 പേർക്ക്, 5 പേർക്ക്, 7 പേർക്ക്, 11 പേർക്ക് ഇതുപോലെയൊക്കെ ആയിട്ട് നീയത്താക്കി കൊടുക്കുക. അല്ല ഒരാൾക്കാണ് കൊടുക്കാൻ പറ്റുന്നത് എങ്കിൽ ഒരാൾക്കും കൊടുക്കുക. ഏർവാടിയിൽ ഒരാൾക്കുള്ള ഭക്ഷണത്തിന് 150 രൂപ. അതായത് അവിടുത്തെ ഒരു നല്ലൊരു ബിരിയാണി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നല്ല തന്നെ കൊടുക്കണം. അല്ലാതെ എഗ്ഗ് കൊണ്ടുള്ള, മുട്ട കൊണ്ടുള്ള ബിരിയാണി ഉണ്ട്. അത് അത്രക്ക് നല്ലൊരു ബിരിയാണി ആയി തോന്നിട്ടില്ല. അപ്പം നല്ല ബിരിയാണി 150 രൂപയാണ്. അതാണ് നമ്മൾ കൊടുക്കാൻ വിചാരിച്ചത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് 10 പേർക്കും 11 പേർക്കും 5 പേർക്കും 3 പേർക്ക് ഒക്കെ ആയിട്ട് പൈസ അയച്ചു തന്നിട്ടുണ്ട്. അവരുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ആ നേർച്ചയ്ക്ക് അള്ളാഹു ഫലം കാണിച്ചു കൊടുക്കട്ടെ. ഇപ്പോൾ ഇന്നലെയല്ല മെനിയാന്നായിട്ട് എന്നോട് ഗൾഫിലുള്ള ഒരു സഹോദരി ഈ ഏർവാടി ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടിട്ട് 11 പേർക്ക് നിയ്യത്താക്കി വെച്ചു. ഭർത്താവിൻ്റെ ജോലി സംബന്ധമായിട്ടൊരു കാര്യം
കാര്യത്തിന് നാട്ടിലേക്ക് തിരിച്ച് പോവാൻ പറഞ്ഞതായിരുന്നു. അപ്പം എന്തോ ഒരു പേപ്പറിൻ്റെ കാര്യം എന്തോ ഒന്ന് ശരിയായാൽ ചിലപ്പം അവിടെ തന്നെ ജോലിയിൽ തുടരാമെന്ന് പറഞ്ഞു. ആ ഒരു കാര്യം ഒന്ന് പെട്ടെന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് 11 പേർക്ക് നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. അവർ പൈസയൊക്കെ അയച്ചു തന്നതാണ്. അപ്പോൾ അവർ വാട്സപ്പിലൂടെ ആയിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന് നാട്ടിലേക്ക് പോവണ്ട, ഇവിടെ തന്നെ ജോലിയിൽ തുടരാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതുപോലെ ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഫലം കണ്ടിട്ടുണ്ട്. നാഗൂര് ഫുഡ് നമ്മൾ ഭക്ഷണം കൊടുത്താൽ അത് വേറെ തന്നെ ഒരു കാര്യമല്ലേ, ഒരാൾക്ക് വിശപ്പ് മാറ്റുകയാണല്ലോ അത്. അപ്പൊ എന്തെങ്കിലും കാര്യം ആഗ്രഹം നിറവേറി കിട്ടാനുള്ളവരുണ്ടെങ്കിൽ പോവാൻ പറ്റാത്തവർ മാത്രം ട്ടോ. നിങ്ങൾക്കറിയാലോ, ഞാനിപ്പം എൻ്റെതായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഏർവാടിയിലും നാഗൂരൊക്കെ പോകുന്നത്. നമ്മുടെ ഞങ്ങളെ കുടുംബത്തിലുള്ള ഒരു പ്രയാസം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് അസുഖവുമായിട്ടുള്ള വിഷമങ്ങളുണ്ട്, മറ്റു പല ഓരോരോ കാര്യങ്ങൾ, ചെറിയ ചെറിയ തട്ടൽ മുട്ടൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നേർച്ചയാക്കിയിട്ട് അവിടേക്ക് പോകുന്നത്. അപ്പം നിങ്ങൾക്കും പോവാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ആയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കട്ടോ. ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന നമ്പറിൽ ആരും കോൾ ചെയ്യരുത്. അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പർ ഒരു നമ്പറിൽ അയക്കുമ്പോൾ ചിലപ്പം അത് ബ്ലോക്ക് ആവും. അപ്പം എൻ്റെ മക്കളെ നമ്പറൊക്കെയാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് തരാറുള്ളത്. അപ്പോൾ ആ ഫോണിൽ നിങ്ങൾ ആരും കോൾ ചെയ്യരുത് കേട്ടോ, അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് വോയിസ് മെസ്സേജ് മാത്രം അയക്കുക. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മാത്രം വോയിസ് മെസ്സേജ് അയക്കട്ടോ, എന്നാലാണ് ഞാനത് കാണുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആണുങ്ങൾ പുരുഷന്മാരാരും മെസ്സേജ് അയക്കുകയും വേണ്ട, സ്ത്രീകൾക്ക് മാത്രമുള്ള വാട്സപ്പാണിത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ്. നാഗൂരിൽ നിങ്ങൾക്കറിയാലോ അസുഖത്തിനുള്ള നേർച്ചകളാണ്. വെള്ളി രൂപങ്ങൾ, വെള്ളിത്തല, വെള്ളിക്കൈ, വെള്ളിൻ്റെ കാല്, ചൊറിച്ചിലിന് ആഗ്രഹം നിറവേറാൻ വേണ്ടി പ്രാവിന് ഭക്ഷണം കൊടുക്കുക, ഇതുപോലെയുള്ള നേർച്ചകളാണ് ഇവിടെ നാഗൂര് പോകുന്നത്. ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ ഫസ്റ്റ് തന്നെ നാഗൂര് പോയത് എൻ്റെ കൈയിൻ്റെ വിരലിനും കാലിൻ്റെ വിരലിനും വല്ലാണ്ട് ഒരു അസ്വസ്ഥതയായിരുന്നു. അതായത് നീര് വരെ, പഴുപ്പ് വരെ ആയിരുന്നു. അവിടേക്ക് നേർച്ചയാക്കി ഒരൊറ്റ തവണ അവിടേക്ക് ഫസ്റ്റ് തവണ പോയി വരുമ്പോഴേക്കും എൻ്റെ കൈയിൻ്റെ വിരൽ അൽഹംദുലില്ലാ എന്തേ അതായി പോയത് എന്ന് തന്നെ അറിയില്ല, നല്ല നഖമായിട്ട് റാഹത്തായി വരുന്നുണ്ട് അൽഹംദുലില്ലാ. ഇതുപോലെ നല്ല ഫലം കിട്ടും നാഗൂര പള്ളിയിൽ. നമ്മൾ വെള്ളി രൂപങ്ങളൊക്കെ, തലവേദന മാറാത്ത തലവേദന, കണ്ണിൻ്റെ കാഴ്ചക്കുറവ്, ഷുഗറിൻ്റെ പ്രശ്നത്തിനൊക്കെ ആൾ രൂപങ്ങൾ കൊടുക്കുക, അതുപോലെ വയറ്റിലുള്ള മുഴക്ക് വെള്ളി മുഴ, ഗർഭപാത്രത്തിനുള്ള അസുഖത്തിന് ഗർഭപാത്രം, ഇതുപോലെയുള്ള നേർച്ചകളാണ് കേട്ടോ. ഞാൻ ഒറ്റയടിക്കൊന്ന് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തന്നെന്ന് മാത്രം. അപ്പൊ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, പോവാൻ പറ്റാത്തവരുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക. പോവാൻ പറ്റുന്നവർ അവിടെയൊക്കെ ഒന്ന് പോയി കാണണം നിർബന്ധമായിട്ടും. ഒരു അവിടുത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ പോയിട്ടൊക്കെ നേർച്ചകളൊക്കെ നമ്മുടെ കൈകൊണ്ട് തന്നെ കൊടുക്കുക. അതൊക്കെ വല്ലാത്തൊരു റാഹത്തായിരിക്കും. നമ്മുടെ ജീവിതത്തിലുള്ള കണ്ണേറ് സിഹിറിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ നല്ലതാണ് ഏർവാടിയിലൊക്കെ ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോയിൽ കിടക്കാണ്, മജ്‌ലിസിലേക്ക് പോവാണ്. എന്താ ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൂട്ടുകാരിക്ക് ഫലം കിട്ടി, അവള് നിയ്യത്താക്കി ചൊല്ലിയിട്ടുള്ള കാര്യം, അവളെ തന്നെ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു അമലിനെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് എന്നെക്കാട്ടിലും അറിവുള്ളവളാണ് അവൾക്ക് ഈ ദീനിനെ പറ്റിയിട്ട് നല്ല അറിവുള്ള, ഞാൻ പറഞ്ഞില്ലേ ആഴ്ചയിൽ ഓരോ കത്തെങ്കിലും അവൾ തീർക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഈ റബീഉൽ അവ്വലൊക്കെ മാസം ഇപ്പതാ അവൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സ്വലാത്ത്? നാരിദ് സ്വലാത്ത് ലക്ഷക്കണക്കിനാണ് നിയ്യത്താക്കി ചൊല്ലാറുള്ളത്. അൽഹംദുലില്ലാ അവൾ എന്നോട് പറഞ്ഞു തന്നതാണ്. നിന്റെ വീഡിയോയിൽ ക്ലാസ്സിൽ ഇനി പറഞ്ഞു കൊടുത്തോണ്ടി എന്ന് പറഞ്ഞ അമലാണ്. ഞാൻ ഈ ഒരു ഇസ്മിനെ പറ്റി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഒരുമിച്ച് ചൊല്ലാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഞാൻ ഇന്ന് എൻ്റെ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അമൽ നീയത്താക്കി ചൊല്ലുന്നത് എന്ന മനസ്സോടുകൂടി ഇഖ്ലാസോടുകൂടി നീയത്താക്കി ചൊല്ലാം. ഇൻഷാ അല്ലാഹ് ആദ്യം നമുക്ക് എന്ത് വേണം? 11 സ്വലാത്ത്. അത് നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹ് 11 എണ്ണം ചൊല്ലാം. എന്നിട്ട് 113 തവണ യാ സമദു യാ അല്ലാ എന്ന ഇസ്മ ചൊല്ലാട്ടോ. 1000 തവണയും ചൊല്ലാവുന്നതാണ്. നമ്മളിപ്പം 113 തവണയാണ് ഈ മജ്‌ലിസിൽ ചൊല്ലുന്നത്. അവസാനം വീണ്ടും 11 സ്വലാത്ത് ചൊല്ലട്ടോ. സ്വലാത്തുൽ ഫാത്തിഹ എന്നെ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്‌ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളും ഒരു കൗണ്ടറോ സ്വലാത്ത് മാലയോ കയ്യിലെടുത്തുകൊണ്ട് തന്നെ ചൊല്ലാൻ നോക്കുക. മറ്റുള്ള ചിന്തയൊന്നും ചിന്തിക്കാതെ ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കട്ടോ. ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ നോക്കുക. എന്നാലാണ് ഇതിന് അള്ളാഹു ഫലം കാണിച്ചു തരുള്ളൂ. റബ്ബിനറിയാലോ നമ്മുടെ ഹൃദയം എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നൊക്കെ അള്ളാഹുവിനെ അറിയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള നല്ലൊരു മനസ്സോട് കൂടിയിട്ട് നിയ്യത്താക്കി ചൊല്ലുക.
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا صمد يا الله 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 يا صمد يا الله
Ya Samadu Ya Allah, 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 Ya Samadu Ya Allah. اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق
والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. റഹ്മാനെ, ഞങ്ങൾ ഈ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിനെയും ഈ ഇസ്മിനെയും നീ സ്വീകരിക്കല്ല. ആരൊക്കെയാണോ നിയ്യത്താക്കി ഒപ്പമായി ചൊല്ലിയിട്ടുള്ളത് അർഹമായിട്ടുള്ള പ്രതിഫലം നീ നൽകി റഹ്മാനെ. മനസ്സിലുള്ള വേദന, ടെൻഷനുകൾ നീ മാറ്റിത്തരണേ അല്ല. സമാധാനവും സന്തോഷവും നൽകി റഹ്മാനെ. കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തുറന്ന് നൽകി റഹ്മാനെ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകി റഹ്മാനെ. സ്വർഗത്തിന്റെ പൂന്താവപ്പാക്കി കൊടുക്ക് റഹ്മാനെ. ഖബർ സ്വർഗത്തിലെ വിരിപ്പും സ്വർഗതീയ ഭക്ഷണങ്ങളും നീ അവർക്ക് എത്തിച്ചു കൊടുക്കല്ല റഹ്മാനെ. ജീവിച്ച് കൊതി തീരാതെ മരണപ്പെട്ടവരാണ് റഹ്മാനെ. ബുദ്ധിമുട്ടോടുകൂടി ടെൻഷനോടുകൂടി ജീവിച്ചവരാണല്ല. അവിടെ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ല റഹ്മാനെ. ഞങ്ങളെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കല്ല. ഞങ്ങളെ മജ്‌ലിസിൽ നേർച്ചകൾ കൊടുക്കുന്നുണ്ട് റഹ്മാനെ. യതീം മക്കൾക്ക് സ്വതക്ക കൊടുക്കുന്നുണ്ടല്ല. നീ സ്വീകരിക്കും. ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കല്ല. ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മജ്‌ലിസാക്കി മാറ്റിത്തരണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.